കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളായ കല്ലറ, വെച്ചൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനും മുറവിളികൾക്കും ഒടുവിൽ ശുഭപര്യവസാനം. ജനങ്ങളുടെ സ്വൈര്യജീവിതത്തിനും ക്രമസമാധാന പാലനത്തിനും വലിയ കരുത്തുപകരുന്ന പോലീസ് സ്റ്റേഷൻ ഇന്നുമുതൽ കല്ലറയിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായിട്ടാണ് സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിച്ചത്. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും അഭിമാനകരമായ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരൊറ്റ വേദിയിൽ തന്നെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വിവിധ ജില്ലകളിലായി നിർമ്മാണം പൂർത്തിയാക്കിയ 13 പോലീസ് മന്ദിരങ്ങളുടെ ഉദ്ഘാടനം, അതോടൊപ്പം തിരുവനന്തപുരം കെമിക്കൽ എക്സാമിനേഴ്സ് ലാബോറട്ടറി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ശിലാസ്ഥാപനം, റെയിൽ മൈത്രി മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചിങ്, മറ്റ് ചില മന്ദിരങ്ങളുടെ ശിലാസ്ഥാപനം, ഇതെല്ലാമാണ് ഇന്നിവിടെ ഒന്നിച്ച് നടക്കുന്നത്. ഇവിടുത്തെ പ്രദർശിപ്പിച്ച നമ്മൾ കണ്ടതുപോലെ കരുനാഗപ്പള്ളി, കിളിക്കൊല്ലൂർ, പത്തനംതിട്ട, പെരുന്നാട്, കല്ലറ, പാലക്കാട്, കല്ലടിക്കോട്, വളയം, ഇത്രയും പോലീസ് സ്റ്റേഷനുകൾ, പത്തനാപുരം കൺട്രോൾ റൂം, കോട്ടയത്ത് 12 ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സ്, 4 അപ്പർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, മഞ്ചേരിയിൽ 4 ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, കോഴിക്കോട് സിറ്റി, കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിൽ നോളേജ് റെപ്പോസിറ്ററി സെൻറ്റർ, കാസർഗോഡ് 6 ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സ്, 2 അപ്പർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, ജിം ആൻഡ് മൾട്ടിപർപ്പസ് ഇൻഡോർ കോർട്ട്, ഇവയെല്ലാം നിർമ്മാണം പൂർത്തിയാക്കിയവയാണ്. അതോടൊപ്പം ആലപ്പുഴ, കരിയിലക്കുളങ്ങര, കടുത്തുരുത്തി, കൊയിലാണ്ടി, കോടഞ്ചേരി, നീലേശ്വരം, കുമ്പള എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ, മുഹമ്മ പോലീസ് ക്വാർട്ടേഴ്സ്, പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് K9 കെന്നൽ സ്ക്വാഡ്, തിരുവനന്തപുരം പോലീസ് ട്രെയിനിങ് കോളേജിലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക്, ഇവയുടെയെല്ലാം ശിലാസ്ഥാപനവുമാണ്. കർമ്മോന്മുഖമായി പ്രവർത്തിക്കാൻ കേരളത്തിലെ പോലീസിന് സാധിക്കും എന്ന് തന്നെ ഉള്ള പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ പൂർത്തിയായ പദ്ധതികളുടെ ഉദ്ഘാടനവും മറ്റുള്ളവയുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. കല്ലറ, വെച്ചൂർ എന്നീ പഞ്ചായത്തുകൾ കാലങ്ങളായി നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന് ഒരു പോലീസ് സ്റ്റേഷന്റെ അഭാവമായിരുന്നു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ക്രമസമാധാന പ്രശ്നങ്ങളിൽ ഉടനടി ഇടപെടുന്നതിനും കിലോമീറ്ററുകൾ അകലെയുള്ള സ്റ്റേഷനുകളെയാണ് ഈ നാട്ടുകാർ ആശ്രയിച്ചിരുന്നത്. ഈ ദുരവസ്ഥയ്ക്കാണിപ്പോൾ ശാശ്വത പരിഹാരമായിരിക്കുന്നത്. 3750 ചതുരശ്ര അടി വിസ്തീർണത്തിൽ കുറവിലങ്ങാട് ചേർത്തല മിനി ഹൈവേക്ക് സമീപം ചന്തപ്പറമ്പിലാണ് 3 നിലകളിലായി അതിമനോഹരമായ ഈ പോലീസ് സ്റ്റേഷൻ മന്ദിരം പടുത്തുയർത്തിയിരിക്കുന്നത്. ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ വികസനം എങ്ങനെ വേഗത്തിലാക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സ്റ്റേഷൻ മന്ദിരം. കല്ലറ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഷൻ നിർമ്മാണത്തിനായി 30 സെന്റ് സ്ഥലവും 2250 ചതുരശ്ര അടിയുള്ള ഇരുനില കെട്ടിടവുമാണ് ആഭ്യന്തര വകുപ്പിന് വിട്ടു നൽകിയത്. പഞ്ചായത്തിന്റെ 2019-2020 പ്ലാൻ ഫണ്ടിൽ നിന്നും 33.66 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ മന്ദിരം ആദ്യം നിർമ്മിച്ചത്. പിന്നീട് സ്റ്റേഷൻ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കുന്നതിനും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി വൈക്കം MLA CK ആശ തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 36.50 ലക്ഷം രൂപ
രൂപ കൂടി അനുവദിച്ചു. ഇതോടെ ഒരു നിലയും പോർച്ചും ഉൾപ്പെടെ 1500 ചതുരശ്ര അടി കൂടി അധികമായി നിർമ്മിക്കാനും 3 നിലകളിലായി ആധുനിക സൗകര്യങ്ങൾ സജ്ജീകരിക്കാനും സാധിച്ചു. ഒരു ആധുനിക പോലീസ് സ്റ്റേഷൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇതോടൊപ്പം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ എന്നിവർക്ക് പ്രത്യേക ക്യാബിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിപുലമായ ഓഫീസ് മുറികൾ, തൊണ്ടിമുതൽ സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക മുറി, ലോക്കപ്പ്, വിശ്രമമുറി, ശുചിമുറികൾ എന്നീ ക്രമീകരണങ്ങൾ കൂടി സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു SHO, 2 SIമാർ, 7 ASIമാർ എന്നിവരടക്കം 33 തസ്തികകളാണ് സ്റ്റേഷനിൽ അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ നിയമിച്ചു വരുന്നത്. ഇത് പ്രാദേശികമായ ഭൂപ്രകൃതിയും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ പോലീസിനെ സഹായിക്കും. മുഖ്യമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ മന്ത്രി VN വാസവനും ഓൺലൈനായി സാന്നിധ്യമറിയിച്ചു. നേരിട്ട് നടന്ന ചടങ്ങിൽ വൈക്കം MLA CK ആശയും സാന്നിധ്യമറിയിച്ചു. കൂടാതെ കല്ലറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി അഗസ്റ്റിൻ, മുൻ പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ, സമീപ പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ പുതിയ പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നതോടെ മദ്യമയക്കുമരുന്ന് മാഫിയകൾക്കെതിരെയും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഹൈവേക്ക് സമീപമായതിനാൽ വേഗത്തിൽ സഹായമെത്തിക്കാനും പോലീസിന് ഇനി സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഫോഴ്സിൻ്റെ പോസ്റ്റിംഗ് ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 33 പോലീസ് ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്തു. ഇനി ഇൻസ്പെക്ടർ പോസ്റ്റിംഗ് അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് DGPയുടെ ഉത്തരവ് പ്രകാരം ഇൻസ്പെക്ടർ പോസ്റ്റിംഗ് ആവും. അപ്പോൾ നിലവിൽ നമുക്ക് കല്ലറ, വെച്ചൂര്, മാഞ്ഞൂര്, മുട്ടുച്ചിറ വില്ലേജുകളിലെ പ്രദേശങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ ക്രമസമാധാന നില നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിക്കും. നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് നല്ലൊരു പോലീസ് സ്റ്റേഷനും അതിൻ്റെ പ്രവർത്തനമൊക്കെ. നാട്ടിലെ സമാധാന ജീവിതം നമ്മളെല്ലാവരും മറ്റെന്തിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം ഒരു നാട്ടിൽ ഏറ്റവും അത്യാവശ്യമാണ്. നമുക്ക് വൈക്കം നിയോജകമണ്ഡലത്തിൽ മറ്റ് 3 പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ പോലും ഇത് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് അകലത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ കൂടിയാണ് വരുന്നത്. ഇത് എങ്കിൽ തന്നെയും ഇത് അകലെയായിരുന്നു. അപ്പോൾ അത് ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഇന്നത്തെ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി മാറ്റം വരികയാണ്. ഏറ്റവും അടിയന്തരമായി തന്നെ പോലീസിന് ഇവിടുത്തെ മറ്റ് ജനകീയ വിഷയങ്ങളിൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ജീവിത വിഷയങ്ങളിലെല്ലാം ഇടപെടുന്നതിനുള്ള ഒരു കൂടുതൽ സാധ്യതയാണ് അതിലൂടെ ഉണ്ടാകുന്നത്. തീർച്ചയായും ഒരു ഗവൺമെൻറ് നമുക്ക് ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷൻ ഇവിടെ കല്ലറയ്ക്ക് വേണ്ടി അനുവദിച്ചു തന്നതിലുള്ള ജനങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രവർത്തിച്ച ജനപ്രതിനിധി നിലയിൽ പ്രവർത്തിച്ചാണ്. ഇത് കല്ലറ പഞ്ചായത്തിലെ ജനങ്ങളുടെ വിജയമാണ് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വന്നത്. അത് സ്വപ്നം നിറവേറി. കാരണം ഞാനൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ആളായതുകൊണ്ട് ഇവിടുത്തെ ലോ ആൻഡ് സിറ്റുവേഷൻ വളരെ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലും ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ള എൻ്റെ നിരന്തരമായ ആഗ്രഹത്തിൻ്റെ ഫലമാണ് കടുത്തുരുത്തി മാഞ്ഞൂരിൽ അത് നടക്കാതെ പോയതും ഇവിടെ അത് നടക്കാൻ സാധ്യതയാകും. അവരുടെ പേരൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ പ്ലംബിംഗ് വർക്ക് നടത്തുന്നതിനും ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നതിനും PWയുടെ റോഡ് ക്രോസ് ചെയ്ത് ആ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ സ്വന്തം സംഭാവനകൾ തന്നതിന് പേരിൽ അതൊക്കെ ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ അവസ്ഥ ഇതിനൊന്നുള്ള പൈസയില്ല. അതുപോലെ തന്നെ ഇവിടെ ചുറ്റുമതിൽ എന്നുള്ള ഏറ്റവും വലിയ അത്യാവശ്യമാണ്. പോലീസ് സ്റ്റേഷൻ ആകുമ്പോൾ ചുറ്റുമതിൽ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്വകാര്യ വ്യക്തി 1 ലക്ഷം രൂപ തന്നു. ഇനിയും ആരെങ്കിലും സ്വകാര്യ വ്യക്തികൾ ഇങ്ങനെ തരാനുണ്ടെങ്കിൽ സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് കല്ലറയുടെ ഒരു പൊതു ആവശ്യമാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യമാകുന്നതിൻ്റെ പേരിൽ ചിലരൊക്കെ സഹായിക്കുമായിരിക്കും. അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ചുറ്റുമതിലാണ് ആവശ്യം. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കള്ളന്മാരെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ എങ്ങോട്ട് വേണം ഓടിപ്പോകാം. ഒരു ചുറ്റുമതിൽ ഏറ്റവും അത്യാവശ്യമാണ്. ആ ചുറ്റുമതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭമായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഭരണസമിതിയിൽ ഞാനില്ല എങ്കിലും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ കല്ലറയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ സാന്നിധ്യം ഒന്നും ഉണ്ടായിരിക്കും, പ്രവർത്തിക്കും. ഈ വിജയം എൻ്റെ വിജയമല്ല, കല്ലറ പഞ്ചായത്തിലെ ജനങ്ങളുടെ വിജയമാണ്. കല്ലറ നിവാസികളുടെ കല്ലറയിൽ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന ചിരകാല മോഹമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഒരു സമൂഹത്തിൻ്റെ ക്രമസമാധാന നില എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കല്ലറയിലെ ക്രമസമാധാന നില പാലിക്കപ്പെടാൻ ഇവിടുത്തെ കല്ലറയിലെ പോലീസ് സ്റ്റേഷനും പോലീസ് സേനയ്ക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.